कुंज बिहारी जय राधा माधवा। कुंज बिहारी जय गोपीजना वल्लभा। गिरिवरधारी जय गोपीजना वल्लभा। गिरिवरधारी यशोदानन्दना प्रजगणरञ्जना। यशोदानन्दना प्रजगणरञ्जना। यमुनतीरावनचारि यमुनतीरावनचारि जय राधा माधवा। कुंज बिहारी जय राधा माधवा। कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद। श्री अद्वैत गदाधर श्रीवदन भक्तवृंद। हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम राम राम। जय कृष्ण बलराम जय कृष्ण बलराम। कृष्ण बलराम जय कृष्ण बलराम। जय गौरनिताय जय गौरनिताय। गौरनिताय जय गौरनिताय। निताय गौर हरि बोल हरि बोल। हरि बोल निताय गौर हरि बोल। निताय गौर हरि बोल हरि बोल। हरि बोल निताय गौर हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ ദണ്ഡ നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു ഭാഗവത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മള് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 8 ദേവിയുടെ പ്രാർത്ഥനകൾ. അതില് ശ്ലോകം 33. കുന്തിദേവിയുടെ പ്രാർത്ഥനകള് ശ്ലോകം 33. अपरे वसुदेवस्य देवज्ञां याचितोऽभ्यज्ञान् अजस्त्वमस्य क्षेमाय वधाय च सुरदृश्वाम्। अपरे वसुदेवस्य देवक्यां याचितो अभ्यगान् अजस्त्वमस्य क्षेमाय वधाय च सुरद्विषाम्। अपरे वसुदेवस्य देवक्यां याचितोऽभ्य अजस्त्वमस्य क्षेमाय वधाय च सुरद्विष्वाम्. ഹരേ കൃഷ്ണ. വിവർത്തനം. വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആകുന്നു അവരുടെ പുത്രനായി അങ്ങ് അവതാരമെടുത്തതെന്ന് മറ്റുള്ളവർ അഭിപ്രായപ്പെടുന്നു. നിസ്സംശയം അങ്ങ് അജനാണ്. എങ്കിലും ദേവന്മാരുടെ നന്മയ്ക്കും അവരോട് അസൂയുള്ളവരെ നിഗ്രഹിക്കുവാനും വേണ്ടിയാണ് അങ്ങ് അവതരിച്ചത്.
भावार्थम जय श्रील प्रभुपाद की जय. വസുദേവനും ദേവകിയും പൂർവ്വജന്മത്തിൽ സുധാപനും പൃഷ്ണിയും ആയിരുന്നുവെന്നും ഭഗവാൻ അവരുടെ പുത്രനായി ജനിക്കാൻ കഠിനമായ തപശ്ചര്യകൾ അവർ അനുഷ്ഠിച്ചുവെന്നും തൽഫലമായി ഭഗവാൻ അവരുടെ പുത്രനായി അവതാരമെടുത്തുവെന്നും പറയപ്പെടുന്നു. സർവമാന ജനങ്ങളുടെയും ക്ഷേമത്തിനായും അസുരന്മാരെ അഥവാ ഭൗതികവാദികളായ നാസ്തികരെ സമൂലം നശിപ്പിക്കുവാനായി ഭഗവാൻ അവതരിച്ചതായി ഭഗവത്ഗീതയിൽ മുമ്പ് തന്നെ ഉദ്ഘോഷിപ്പിച്ചിരിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരന്തസ്യ ജനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രസായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നിത്യനാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരി വാണി പ്രചാരണൻ നിർവിശേഷോചിവാദി പാശ്ചാത്യ ദേശത്താത്മി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासारि गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. आराध्य भगवान व्रजेश तन्यास तद्धाम वृंदावनम रम्या काचिदुपासना व्रजवधू वर्जेन वा कल्पिता. श्रीमद्भागवतम प्रमाणममलम प्रेम पुमार्थो महान. श्री രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും മുതിർന്ന ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ശിക്ഷാഗുരുക്കന്മാരുടെയും എൻ്റെ ഗുരുനാഥന്റെയും അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് കഴിവ് തരണേ എന്നും ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കണേ എന്നും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പോ ഈ അധ്യായം, എട്ടാമത്തെ അധ്യായം, ഒന്നാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തില് ഈ കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ അല്ലെ, ആരും വായിക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല. കാരണം കുന്തി ദേവി എന്താ പ്രാർത്ഥിച്ചേ? ഭഗവാനെ, എനിക്ക് എപ്പോഴും ദുരിതങ്ങൾ തരണേ, എനിക്ക് പ്രശ്നങ്ങൾ തരണേ, അല്ലേ? ലോകത്ത് വേറെ ആരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് കുന്തി ദേവി അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് കാരണം? അപ്പോഴൊക്കെ ഭഗവാനെ കാണാൻ പറ്റുമല്ലോ, ഭഗവാൻ ഓടി വരുമല്ലോ. എനിക്ക് പ്രയാസം വരുമ്പോഴൊക്കെ, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ, പാണ്ഡവർക്ക് പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങ് ഓടി എത്തുമല്ലോ എന്നുള്ള ഒരു താല്പര്യം. അങ്ങയെ ഒന്ന് കാണാമല്ലോ, അങ്ങയെ ദർശിക്കാമല്ലോ, അങ്ങയുടെ സമീപം നമുക്ക് അനുഭവപ്പെടുമല്ലോ എന്നുള്ള താല്പര്യം കൊണ്ടാണ് കുന്തി ദേവി അങ്ങനെ പറഞ്ഞത്. നമ്മൾ കുന്തി സ്തുതിയൊക്കെ വായിച്ചാലും ആ ഒരു ശ്ലോകം എങ്ങാനും നമുക്ക് വലിയ വിഷമം തന്നാലോ എന്ന് പേടിച്ചിട്ട്, അല്ലെ? അപ്പൊ അതാണ്, അവർക്ക് അത്രയും എക്സാൾട്ടഡ് ആയിട്ടുള്ള ഡിവോട്ടീസാണ്. മറ്റൊരു താല്പര്യവും അവർക്കില്ല, സദാ ഹരിയായിട്ടിരിക്കുന്നവരാണ്, അല്ലെ? അപ്പോ ഇതില് 18ാമത്തെ ശ്ലോകം മുതൽ 43ാമത്തെ ശ്ലോകം വരെയാണ് ശരിക്കും കുന്തി സ്തുതി പറയുന്നത്. ഭഗവാൻ സ്തുതിക്കുകയാണ്, അല്ലെ? ഭഗവാനെ എത്ര വാഴ്ത്തിയാലും മതിയാവില്ല. അപ്പൊ അതില് കുന്തി സ്തുതി എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ പ്രശസ്തമായിട്ടുള്ളതാണ്. അത്രയും കാര്യം എന്താണ്? ഭഗവാന്റെ അപ്പച്ചിയാണ്, അല്ലെ? കുന്തി ദേവി ജനിച്ചപ്പോ തൊട്ട് കാണുന്നതാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ കൊച്ചിലെയുള്ള ലീലകളെല്ലാം കുന്തി ദേവിയും കണ്ടിട്ടുണ്ടാവും. കൊച്ചിലേ തൊട്ട്, അല്ലെ, കാണുന്ന ഒരു രൂപമാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും അറ്റാച്ച്മെന്റ് ആണ് ആർക്ക്? കുന്തി ദേവിക്ക് ഭഗവാനും അതേപോലെ അറ്റാച്ച്മെന്റ് അവരോടും, അല്ലെ? ഒരു പ്രത്യേക താല്പര്യം. കാരണം അവർ ധർമ്മത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്, അല്ലെ? അതില് കുന്തി ദേവിയോട് പ്രത്യേക ഒരു കരുണയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെ, അവർ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് കൂടുതൽ സംരക്ഷണം വേണം. അതുകൊണ്ട് എപ്പോഴൊക്കെ വിളിച്ചാലും എപ്പോഴൊക്കെ മനസ്സിൽ തോന്നിയാലും ഭഗവാൻ അവിടെ ഓടിയെത്തുമായിരുന്നു, അല്ലെ?
അപ്പൊ ഇതിന് മുമ്പേ ഇതിപ്പോ നമ്മൾ ഇന്ന് കാണുന്നത് 33-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ അതിനു മുമ്പേ ഉള്ള ശ്ലോകങ്ങളിലൊക്കെ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ വളരെ ചുരുക്കി ഒന്ന് പറയാൻ ശ്രമിക്കാം. ഓക്കെ. അതില് 18-ാമത്തെ ശ്ലോകത്തില് കുന്തിദേവി പറയുന്നത്, അങ്ങ് പരമപുരുഷനായ പരമ ദിവ്യോത്തമ പുരുഷനാണ്, അല്ലെ, ആയ കൃഷ്ണനാണ്, ഭഗവാനാണ് എന്നാണ് 18-ാമത്തെ ശ്ലോകത്തില് കുന്തിദേവി പറയുന്നത്. എന്താണ്? അങ്ങ് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അങ്ങ് എല്ലാ തരത്തിലുള്ള അതീന്ദ്രിയമാണ്, അല്ലെ, ആ ഭൗതിക കാഴ്ചപ്പാടിനും മുകളിലാണ്. അതീന്ദ്രിയമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടിനും മുകളിലാണ്. അപ്പൊ എന്താണ്? എല്ലാ തരത്തിലുള്ള ഭൗതിക കാഴ്ചപ്പാടിനും മുകളിലാണ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അതിനിടയിൽ ആ ഒരു മായയുടെ ഒരു കറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെ. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്. അതാണ് മായയുടെ കറ്റം എന്ന് പറയുന്നത്. ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഈ ഈ മായയുടെ കറ്റനിട്ടേക്കും, അങ്ങനെയുള്ളവർ കാണാൻ പറ്റാതിരിക്കാൻ. പരമഹംസനെ സഹായിക്കാൻ വേണ്ടി അങ്ങ് എല്ലാം ചെയ്തു, അല്ലെ. അതാണ് കുന്തി മഹാറാണിയുടെ എന്താണ് ഒരു വിനയം. അതെല്ലാം ഭഗവാന്റെ കാരുണ്യത്തിന്റെ പാത്രമാണ്. എല്ലാം ഭഗവാന്റെ കാരുണ്യം എന്നാ പറയും, അല്ലെ. കുന്തിദേവി കൊച്ചിലേ തൊട്ട് കാണുന്നുണ്ടെങ്കിലും കുന്തിദേവി ഇവിടെ എന്താ പറയുന്നത്? പരമഹംസന്മാർക്ക് മാത്രമേ അങ്ങയെ അറിയാൻ പറ്റുള്ളൂ, കിട്ടുന്നുള്ളൂ. ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക്, അല്ലെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊന്നും അങ്ങയെ ലഭ്യമല്ല എന്നാണ് കുന്തിദേവി പറയുന്നത്. സദാ കൊച്ചിലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് പറയുന്നത്, അല്ലേ. നമ്മളാണെങ്കിൽ പറയോ, നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേ, ഞാൻ ആരാണെന്ന് അറിയാം, ഭഗവാന്റെ അപ്പച്ചിയാണ് കേട്ടാ, മര്യാദയ്ക്ക് കണ്ടൊക്കെ നിന്നില്ലെങ്കിൽ ശരിയായി കളയും എന്ന് നമ്മൾ പറയാം. നമുക്ക് ആ ഉള്ളിൽ അഹങ്കാരം വരും. അല്ലേ. ഇവിടെ കുന്തി മഹാറാണി എന്താ പറയുന്നത്? എന്ത് വിനയത്തോടു കൂടിയാണ് പറയുന്നത്. അതാണ് അവരാരും ഒട്ടും തന്നെ അഹങ്കരിക്കില്ല എന്നുള്ള അഹം എന്നുള്ള ഭാവം അവർക്ക് ഇല്ലാതാണ്. ദേവകിയും വസുദേവരും ഭാഗ്യവാന്മാരാണ്. ആര്? അവർക്ക് ജനിച്ചപ്പോ ഉള്ള ആ ലോട്ടസ് ഫീറ്റ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന്, അല്ലേ. പക്ഷെ അപ്പോ കുന്തിദേവി സ്മരിക്കുന്നുണ്ട് എന്താണ്? എനിക്കും അതിനൊരു ഭാഗ്യം ഉണ്ടായി, അല്ലെ. ആ കുഞ്ഞിലേ ഉള്ള ലോട്ടസ് ഫീറ്റ് കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി എന്ന് ആര് പറയുന്നു? കുന്തിദേവി പറയുന്നുണ്ട്. സ്മരിക്കാൻ, അല്ലെ. താമരപ്പൂ പോലുള്ള ഭഗവാന്റെ ശരീരം, അല്ലെ. ഭഗവാന്റെ ശരീരം എന്തുപോലെയാണ്, അല്ലെ. തൊട്ട് നോക്കിയ ആൾക്കാരാണ്, അവർക്ക് തൊട്ട് നോക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. താമരപ്പൂ പോലെയാണ്. അതെല്ലാം പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ നമുക്ക് അവർ പറഞ്ഞു തരികയാണ്, ഇങ്ങനെയൊക്കെയാണ്. കാരണം അവർ കണ്ടവരാണ്, അല്ലെ. ഇപ്പൊ നമ്മള് അമേരിക്ക ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് അമേരിക്കയാണ്. നമ്മൾ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? പോയി കണ്ടവർ നമ്മളോട് ഒന്ന് പറയും, അല്ലെ. അവിടുത്തെ ആൾക്കാരൊക്കെ ഇത്രയും ഇങ്ങനെ ഇരിക്കും, അല്ലെ, നല്ല വെളുത്തിരിക്കും, നല്ല പൊക്കമാണ്, അല്ലെ, നല്ല അജാനുബാഹുക്കളാണ്, അല്ലെ. അവിടുത്തെ റോഡുകളൊക്കെ ഇങ്ങനെയാണ്, അവിടുത്തെ മരങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുക, അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഇരിക്കുക, അവിടുത്തെ ബസ്സുകളൊക്കെ ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ അവര് നമ്മളോട് വന്ന് വിശദീകരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും, അല്ലെ, ഇങ്ങനെയൊക്കെയാണ് അവിടെ ഇരിക്കാനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് അവിടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, അല്ലേ. അപ്പോ അതാണ് ഇവിടെ എന്താണ് കുന്തി മഹാറാണി പറയുന്നത്. എന്താണ് ഭഗവാന്റെ എന്താണ് ശരീരമൊക്കെ എങ്ങനെ ഇരിക്കുക? താമര പോലെയാണ് അദ്ദേഹത്തിന്റെ ശരീരം. ദേവകി മാതയേക്കാൾ കാരുണ്യം കുന്തി ദേവിയോട് കാണിച്ചു. എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ദേവകി മാതയ്ക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു സംരക്ഷിക്കാൻ. പക്ഷേ വളരെ ചെറുപ്പത്തിലെ തന്നെ കുന്തി ദേവിക്ക് അവരുടെ ഭർത്താവിനെ, പാണ്ഡുവിനെ നഷ്ടപ്പെട്ടു, അല്ലെ. അതുകൊണ്ടാണ് എന്താണ് കാരുണ്യം അതിനെ ദേവകി മാതാജി കാണിയ കൊടുത്ത കാരുണ്യത്തിനേക്കാളും കൂടുതൽ കാരുണ്യം ആർക്കാ കൊടുത്തത്? കുന്തി ദേവിക്കാണ് കൊടുത്തത്, അല്ലെ. ഭഗവാന്റെ മഹാകാരുണ്യം ഉള്ളവരിൽ നിന്നും എല്ലാം എടുക്കും. പിന്നെ എന്താണ് കാര്യം? നമ്മളെ എന്തുകൊണ്ടാണ് അങ്ങനെ കുന്തി ദേവി അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പാണ്ഡവർക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഭഗവാൻ വന്ന് രക്ഷിച്ചിട്ടുണ്ട്, അല്ലേ. അതിലൊരു കാര്യം പറഞ്ഞാല്, ദേവകി മാതയുടെ ബാക്കിയുള്ള 7 കുഞ്ഞുങ്ങളെയും ഭഗവാൻ രക്ഷിച്ചോ? ഇല്ല. നേരെ മറിച്ച് എന്റെ കുഞ്ഞുങ്ങൾ 5 പേരെയും രക്ഷിച്ചു. കണ്ടോ? അതാണ് അവിടെ പറയുന്നത്. ദേവകിയുടെ മക്കളെ രക്ഷിച്ചില്ല, എന്റെ മക്കളെയാണ് ഭഗവാൻ രക്ഷിച്ചത്.
അങ്ങ് ഒരുപാട് തവണ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് അല്ലേ? ഏഹ് വിഷം കൊടുത്തപ്പോഴേ രക്ഷിച്ചിട്ടുണ്ട്. വെള്ളം എന്താണ് അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആവർത്തി അല്ലെ, പല പ്രാവശ്യം നമ്മളെ മരണത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. ആരെ? ഭഗവാൻ. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയതുപോലെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? ഏഹ് നമുക്ക് കിട്ടിയ അനുഗ്രഹം വേറെ ആർക്കും ഈ ലോകത്ത് കിട്ടിയിട്ടില്ലെന്നാണ് ആര് പറയുന്നത്? ശ്രീദേവി പറയുന്നത് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് കുന്തി ദേവി പ്രാർത്ഥിക്കുന്നത്. 25-ാമത്തെ ശ്ലോകത്തിലാണ് ഈ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ആ ശ്ലോകം കുന്തി ദേവി പറയുന്നത്. എന്താണ്? വീണ്ടും വീണ്ടും വിപത്തുകൾ തരൂ, എനിക്ക് വീണ്ടും വീണ്ടും അപകടങ്ങൾ, ആപത്തുകൾ തരൂ അല്ലെ? വിപത്തുകൾ എന്തുകൊണ്ടാണ്? വിപത്തുകൾ വന്നുകൊണ്ടിരുന്നാല് ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും അങ്ങനെയല്ലേ? സന്തോഷം വരുമ്പോൾ നമ്മൾ ഭഗവാനെ മറന്നു അല്ലെ? ഇത് എന്റെ ശ്രമം കൊണ്ട് നേടിയതാണെന്ന് പറയും. നേരെ മറിച്ച് എന്തെങ്കിലും വിഷമം, ഭഗവാന് അങ്ങല്ലാതെ വേറെ ആരുണ്ട് എന്ന് നമ്മൾ അവിടെ പോയി പറയുകയും ചെയ്യും അല്ലെ? അത് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവമാണ്. അത് തന്നെയാണ് ഇവിടെ ബുദ്ധിദേവി പറയുന്നത് അല്ലെ? വിപത്തുകൾ വന്നുകൊണ്ടിരുന്നാൽ ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. കാര്യം എന്താണ്? നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ പിന്നെ ഭഗവാനെ ഇനി പറയുന്നത്, ഇനി കുറച്ച് ശ്ലോകങ്ങളിൽ കുന്തി ദേവി പറയുന്നത് ഭഗവാനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അല്ലേ? അതിൽ ആദ്യത്തത് അകിഞ്ചന ഗോചരം. അകിഞ്ചനായ വ്യക്തിക്ക് ഭഗവാനെ ശരണാഗതി പ്രാപിക്കാൻ ഈസിയാണ് അല്ലെ? അപ്പൊ ഈ എന്താണ് ജന്മ ഐശ്വര്യ എന്താണ് ശ്രീ, അതിനൊന്നും താല്പര്യമില്ലാത്ത ആൾക്ക് അതാണ് അകിഞ്ചനം. മറ്റൊരു താല്പര്യമില്ലാത്ത ഒരാൾക്ക് അല്ലേ? അതായത് എനിക്ക് കുറെ ആഭരണം കിട്ടണം, എനിക്ക് കുറെ വീട് വെക്കണം, എനിക്ക് കുറെ പൈസ വേണം അല്ലെ? അങ്ങനെയൊക്കെ ചിന്തിക്കാത്ത ആൾക്കാർ അകിഞ്ചന. കിഞ്ചന ഇല്ല, അകിഞ്ചന. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാനെ ശരണാഗതി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. അല്ലാത്ത രീതിയിൽ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ആഗ്രഹങ്ങളാണ് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെ? നമ്മുടെ ഉള്ളിൽ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാര്യം എന്താണ്? ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ മുന്തി തള്ളി നിൽക്കുക. അപ്പൊ പിന്നെ നമുക്ക് ഭഗവാനെ ജപിക്കുമ്പോഴും ആഗ്രഹങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ വരും. വിഷ്ണു സ്മരണം വരില്ല. അത് ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ ഈ ആഗ്രഹങ്ങൾ എല്ലാം എടുത്ത് വെളികളയാം. എന്നിട്ട് അവിടെ ആര് പ്രതീക്ഷിക്കണം? ഭഗവാനെ പ്രതീക്ഷിക്കണം അല്ലേ? കാര്യം നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം ഭഗവാൻ സാധിച്ചു തരും. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ഭഗവാൻ മാത്രമാണ് ഭക്തരുടെ പ്രോപ്പർട്ടി. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്, ഭക്തരുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ മാത്രം അല്ലെ? അതായത് ഭൗതികമായി ദരിദ്രരായവർ, നമുക്ക് സ്വത്തോ പണമോ ഒന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർ, അങ്ങനെയും പറയാം. താല്പര്യമില്ലാത്തവർക്ക് ആരുണ്ട്? ഭഗവാൻ എപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ കിട്ടത്തുള്ളൂ. അത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു മറ്റൊരു സൈഡാണ്. ഭഗവാൻ മാത്രമാണ് ഭക്തരുടെ എന്താണ് ആശ്വാസം. അങ്ങ് എല്ലാത്തിന്റെയും തുടക്കവും അവസാനവുമാണ്, ആദിയും അന്തവും അല്ലെ? അപ്പോ അങ്ങ് കാലമായി വന്ന് ഭഗവാന്റെ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നവരെ അല്ലെ ശിക്ഷിക്കുന്നു, അവർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്നു. എന്നിട്ടോ കാലമായി വന്ന് ഭക്തർക്ക് പ്രൊട്ടക്ഷനും കിട്ടും അല്ലെ? അദ്ദേഹം എന്തിനാ വരുന്നത്? ഗ്ലാനിർ ഭവതി ഭാരതം. എപ്പോഴൊക്കെ ആണോ അധർമ്മം അല്ലെങ്കിൽ അധർമ്മം മുട്ടി വളരുന്നത്, അല്ലെങ്കിൽ ധർമ്മം ചുഴിക്കുന്നത്, ധർമ്മത്തിന് നാശം വരുന്നത്, അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? കാലമായി വന്ന് ശിക്ഷ കൊടുക്കുന്നു. ആർക്ക്? ഭഗവാന്റെ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നവരെ, വിഷമിപ്പിക്കുന്നവരെ ഭഗവാൻ ശിക്ഷിക്കുന്നു അല്ലെ? ഭഗവാന്റെ ഭക്തന്മാരെയോ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുന്നതല്ല. നമുക്ക് അളക്കാൻ, നമുക്കത് അളന്നു നോക്കാൻ പറ്റുന്നതാണ് അല്ലെ? പക്ഷെ ഭഗവാൻ ഒരിക്കലും പക്ഷഭേദം കാണിക്കുന്നില്ല എന്നാണ് 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഒരിക്കലും പക്ഷഭേദം കാണിക്കുന്നില്ല. അപ്പൊ തോന്നും അങ്ങനെയല്ലല്ലോ, ഭക്തന്മാരോട് ഒരു അല്പ പക്ഷഭേദം ഇല്ലേ? അത് ഭക്തന്മാരോട് മാത്രമാണ് അല്ലെ? മറ്റുള്ള എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഭക്തന്മാരോട് ഒരിച്ചിരി സ്നേഹം കൂടുതൽ എന്തായിരുന്നാലും ഉണ്ടാവും. പക്ഷഭേദം ഇല്ലെന്നൊക്കെ പറയുമ്പോ അല്ലേ? ഓക്കെ.
അങ്ങ് എന്താണ് അജനാണ്. ഉം. ഭഗവാൻ പല രൂപത്തിൽ വരും. ആരെ? ഭഗവാൻ എന്താണ് ഭക്തന്മാരെ രക്ഷിക്കാനായിട്ട് പല രൂപത്തിലാണ് വരുന്നത്. ഇപ്പൊ നമ്മൾക്ക് തന്നെ ഒരു ആവശ്യം വന്നത്, ഇപ്പൊ ഇതിൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും അല്ലെ? ഒരു അത്യാവശ്യത്തിന് അല്ലെങ്കിൽ വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു അവസരത്തില് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്ന് നമ്മളെ രക്ഷിക്കും അല്ലെ? അതാണ് ഭഗവാൻ. നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ എവിടെ വന്നെന്ന് കണ്ടതുമില്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ? ഭഗവാനാണ്. അപ്പോ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാല് ഭഗവാൻ തന്നെ മയിൽപീലിയൊക്കെ വെച്ച് ഓടക്കുഴലൊക്കെ ഊതി നമ്മളെ ഫ്രണ്ട് വരുമെന്ന് ഒരിക്കലും വിചാരിക്കും. നമ്മുടെയൊക്കെ താല്പര്യം അതാണ്. നമ്മൾ കാണുന്ന സ്വപ്നം ഈ സിനിമയിലൊക്കെ വന്ന് അല്ലെ, ഇങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ നമ്മൾ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടണമെന്നാണ് നമ്മുടെ താല്പര്യം. ഒരിക്കലും നടക്കില്ല, നടക്കാത്ത ആഗ്രഹം അല്ലേ? പക്ഷേ ഇതൊന്നും അല്ലാതെ നമ്മൾ സദാ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും നമ്മൾ ഫ്രണ്ടിൽ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളായിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. അദ്ദേഹത്തിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അദ്ദേഹം സാധിച്ചു തരും അല്ലെ? ഉം. കാരണം എന്താണ്, ഒരു ഭയങ്കര ഒരു ഭക്തി ഉണ്ടായിരുന്നു. എന്തോ ഒരു കാര്യം കൊണ്ട് അവര് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവര് എന്തുവാണ്, ആ, ഗ്യാസ് കുറ്റിയൊക്കെ എടുത്ത് ആ ഫാനിന്റെ അടുത്തോട്ട് വെച്ച് അതിന്റെ മുകളിൽ കയറി നിന്ന് ആ ഫാനിൽ കുരുക്കിട്ടിട്ട് മരിക്കാൻ പോവാണ്. അപ്പൊ പെട്ടെന്ന് വെളിയില് ഒരു ഡോർ ബെല്ല് അടിച്ചു അല്ലെ? ഇയാൾ ഈ കൊച്ച് പെട്ടെന്ന് മനസ്സ് പെട്ടെന്ന് അങ്ങ് മാറി. ആരോ വെളിയിലുണ്ടല്ലോ, ആരാണ് നോക്കണമെന്ന്. പെട്ടെന്ന് ഈ ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ട് യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് അല്ലെ, ഇല്ല കുഴപ്പമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ട് എന്താണ് ഫാനിൽ നിന്നുള്ള തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഓടി ഒന്ന് കതവ് തുറന്നു. കതവ് തുറന്നപ്പോ, ഡോർ തുറന്നപ്പോ അവിടെ ഒരു കൊറിയർ പേഴ്സൺ ആണ് നിൽക്കുന്നത് അല്ലെ? ഈ കൊറിയർ കൊണ്ടുവരുന്ന പയ്യന്മാരില്ലേ, അതിലൊരാളാണ് നിൽക്കുന്നത്, വലിയ ബാഗൊക്കെ ആയിട്ട് ആ യൂണിഫോം ഒക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഒരു പൊതി കൈ കൊടുത്തു. അപ്പൊ ഈ കൊച്ച് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ പൊതി കൈ കൊടുത്തു. ശരി, വാങ്ങിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് കൊറിയർ പേഴ്സൺ പോയി. എന്നിട്ട് കൊറിയർ പേഴ്സൺ എന്താ ചോദിച്ചു, എന്താ വിഷമിക്കുന്നത്, എന്തിനാ പ്രയാസം, എന്താ പ്രയാസപ്പെടുന്നത്, വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്. കൊറിയർ പേഴ്സൺ അങ്ങനെ സംസാരിക്കല്ല എന്നാലും, പക്ഷെ ഈ പയ്യൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടാണ് പോയത്. ഒരു കൊറിയർ, ഈ കൊച്ചു ഓടിപ്പോയി ആ കൊറിയർ നോക്കുമ്പോ ഭഗവത്ഗീത ആസിറ്റീസ് ആയിരുന്നു. അത് ഭഗവത്ഗീത ആസിറ്റീസ് ഓർഡർ ചെയ്തില്ല, പക്ഷെ ഒരു ഭഗവത്ഗീത ആസിറ്റീസ് ആണ്. പെട്ടെന്ന് വെളിയിൽ ഒരു ഡോർ ബെല്ല്. അതാരാ? അടുത്ത ആള്. തുറന്നു നോക്കിയപ്പോ നേരത്തെ വന്ന അതേ മനുഷ്യൻ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. എന്താണ്, മാഡം ഒരു കൊറിയർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഈ കൊറിയർ കൊടുക്കുകയാണ് അല്ലേ? കൊറിയർ കൊടുത്ത് അത് തുറന്നു നോക്കിയപ്പോ ഈ കുട്ടി എന്താണ് ഓർഡർ ചെയ്തത് അതായിരുന്നു. അപ്പൊ നേരത്തെ വന്ന കൊറിയറുകാരൻ ഇതേപോലെ ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കൊറിയറുകാരുടെ സെയിം രൂപം. അപ്പൊ നേരത്തെ വന്നത് ആര്? ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് വന്നത് അല്ലേ? അപ്പോ ആ ഒരു അവസരത്തില് നമ്മുടെ ഫ്രണ്ടില് ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ വരും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും, ഷെയർ ചെയ്യാനായിട്ട് അല്ലെ? അതാണ് ഭഗവാൻ. എപ്പോഴും നമ്മളെ കൂടെയുണ്ട്. ഒരു മാലയെങ്കിലും ജപിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഈ ആത്മഹത്യ ചെയ്യുന്നവര്, ഭക്തന്മാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര പ്രഷർ വരുമ്പോഴാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നത്, വേണ്ട ഇനി ജീവിക്കണ്ട, ഇനി എല്ലാം തീർന്നു അല്ലേ? ഭഗവാൻ ആ വളവിൽ അപ്പുറത്ത് നമ്മുടെ സൊല്യൂഷൻസ് എല്ലാം വെച്ചിരിക്കുകയാണ്. അത് പക്ഷെ നമ്മൾ അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. ആ വളവായത് നമുക്ക് കാണാൻ പറ്റില്ല, നമുക്കത് കാണാനുള്ള ചക്ഷുഷില്ല അല്ലെ? ആ ദിവ്യ ചക്ഷുഷും നമുക്കില്ല, അതാണ് പ്രശ്നം. അതിന് എല്ലാത്തിനും സൊല്യൂഷൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സഹായിക്കാൻ ആരും ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്നത്, തീരുമാനം എടുക്കുന്നത്. ആ സമയത്ത് ജപിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഹരേകൃഷ്ണ മഹാമന്ത്രം ഒരു പ്രാവശ്യമെങ്കിലും പറയുന്ന കുട്ടിയാണെങ്കിൽ, ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് എന്റെ വേണ്ട കുഞ്ഞെ, അത് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തും. പക്ഷേ ഒരു ശാസ്ത്രം തന്നെ പറയുന്നത്, അല്ലെങ്കിൽ സയന്റിസ്റ്റ്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വെച്ചാല്, ഡോക്ടർമാർ പറയുന്നത് വെച്ചാല്, ഈ ഒരു അവസരം, ആ ഒരു ആ ആ ആ ആ- ആ ഒരു ഒരു നിമിഷത്തിൽ തൂങ്ങാനായിട്ട് നമ്മളിങ്ങനെ റെഡി ആയി നിൽക്കുന്ന ആ അവസരത്തില് ആരെങ്കിലും വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മനുഷ്യൻ അല്ലെങ്കിൽ അവരെ ആ ആ സ്ത്രീ അല്ലെങ്കിൽ ആ കുട്ടി പിന്നെ എന്താണ് ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കത്തേ ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ? അതാണ് ശാസ്ത്രം പറയുന്നത്. കാര്യം ആ ഒരു നിമിഷത്തിൽ അതങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ചിന്തയെ വരത്തില്ല, എന്നാണ് ജീവിതത്തിൽ വരത്തില്ല. കണ്ടോ? അപ്പൊ അതാണ്. അപ്പൊ അതൊക്കെ ആ ഭഗവാൻ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിലോ അത് കയറി ജീവിതം ജീവൻ ഒടുക്കിയത്.
നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് സൊല്യൂഷൻസ് ഇല്ലെന്നാണ്. പക്ഷെ ഭഗവാൻ എല്ലാത്തിനും സൊല്യൂഷൻസ് അവിടെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏഹ് നമ്മൾ അക്ഷമരായി ഇരിക്കണമെന്ന് ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അക്ഷമരായി ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ജപിക്കണം. നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള തോഴ്ച നമ്മൾ മനസ്സിൽ വരില്ല. അല്ലെ? ഇപ്പൊ നമ്മള് ഭക്തന്മാർക്ക് ഒരു ക്യൂവിൽ നിൽക്കുന്നു, അല്ലെ? ക്യൂ അങ്ങ് പെട്ടെന്ന് അങ്ങ് അടയാണ്. അവിടെ പറയാണ് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇനി നട തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തന്മാർക്ക് പ്രശ്നമില്ല. കാര്യം എന്താണ്? ഭക്തന് അപ്പൊ തന്നെ മാലയെടുത്ത് ജപിച്ചു തുടങ്ങും. 2 മണിക്കൂറില് നമുക്ക് 16 റൗണ്ട് ജപിച്ച് തീർക്കാലോ എന്ന് വിചാരിക്കും. അല്ലാത്തവർക്കാണ് അയ്യോ സമയം പോകുന്നില്ലല്ലോ, നടു നടു വേദനിക്കുന്നല്ലോ, കാല് കഴിക്കുന്നല്ലോ, മുട്ട് വേദനിക്കുന്നല്ലോ എന്നൊക്കെ തോന്നുന്നത്. ഭക്തന് തോന്നുന്നില്ല. ഭക്തൻ എന്ത് ചെയ്യും? അപ്പൊ തന്നെ മാലയെടുത്ത് ജപിക്കാൻ തുടങ്ങും. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഭഗവാൻ തന്നെ ഒരു അവസരമാണെന്ന് വിചാരിക്കും. ഇന്ന് എന്റെ ജപം ചെയ്യാനുള്ള ഒരു സമയമായി. വെരി ഗുഡ്, നന്നായി എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവര് അല്ലെ കൂലങ്കഷമായി ചിന്തിച്ച് വേർത്ത് കുളിച്ച് നാറി ആൾക്കാരെല്ലാം ചീത്ത പറഞ്ഞ് ഭഗവാനെ ചീത്ത പറഞ്ഞ് അല്ലെ എന്ത് കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഗ്രാമ്യകഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കാണെങ്കിലോ ആ പ്രശ്നമേ ഇല്ല. നമ്മൾ ആ സമയം വളരെ കാര്യക്ഷമതയോടുകൂടി ഉപയോഗിക്കും. അല്ലെ? അതാണ് ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. അങ്ങേക്ക് എങ്ങനെ ഭയം ഉണ്ടാകുന്നു? ഭയം എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും അങ്ങയെ പേടിപ്പിക്കാൻ കഴിയില്ല. അല്ലെ? ഭയം എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് അല്ലെ? ആ വ്യക്തി രൂപത്തിൽ വന്നാല് അദ്ദേഹത്തിന് ആരെ പേടിയാണ്? ഭഗവാൻ കൃഷ്ണനെ പേടിയാണ്. ആ ഭഗവാനാണ് യശോദയുടെ മുന്നിൽ കയ്യിലിരുന്ന വടിയെ ഇങ്ങനെ കണ്ടപ്പോ എന്ന് പറഞ്ഞ് കരഞ്ഞത്. ചിരിക്കല്ല, കരഞ്ഞത്. ഓടൊക്കെ കരഞ്ഞു. ഭഗവാനെ ഏതൊരു എന്താണ് അവതാരം എടുത്താലും അത് എന്താണ് അങ്ങേ അറ്റത്ത് മാക്സിമം ഇതിലാണ് അല്ലെ? ആ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരിക്കും. അതിൽ ഒരു തരി പോലും ബാക്കി വയ്ക്കില്ല. അല്ലെ? ആ രീതിയിൽ പെർഫോം ചെയ്തോളൂ. അതാണ് അല്ലെ ഇവിടെ പറയുന്നത്. എന്താണ് അങ്ങേക്ക് എങ്ങനെ ഭയം ഉണ്ടാകുന്നു? ഭയം എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും അങ്ങയെ പേടിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് യശോദാമ്മയുടെ കയ്യിലിരുന്ന ആ വടി കണ്ടിട്ട് അങ്ങ് ഇത്രയും ഭയന്നവനാണ്? അല്ലെ? ഭഗവാന്റെ ജനനം, ഭഗവാനിൽ നമ്മെ ആകർഷിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. അല്ലെ? ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവില്ലേ? അല്ലെ? നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിൽ എത്തുകയാണ്. എന്താണ് 33ാമത്തെ ശ്ലോകം പറയുന്നത്? വസുദേവരുടെയും ദേവകിയുടെയും പ്രാർത്ഥനയുടെ ഫലമായി ലോകക്ഷേമത്തിനും അസുര നിഗ്രഹണത്തിനുമായി ഭഗവാൻ അവതരിച്ചു. കണ്ടോ? വസുദേവരുടെയും ദേവകിയുടെയും പൂർവ്വജന്മത്തിലുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലോകക്ഷേമത്തിനും അസുര നിഗ്രഹത്തിനുമായി ഭഗവാൻ അവതരിച്ചു. എന്തുമാത്രം അസുരന്മാരെയാണ് അല്ലെ നശിപ്പിച്ചത് ഭഗവാൻ ഈ ഒരു ഇതാണ് ഇതിൽ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിന്റെ വിശദാംശം കുറച്ചുകൂടി ഒന്ന് നോക്കാം, ശ്രമിക്കാം. അപരേ വസുദേവസ്യ ദേവദ്യാം യാചിതോഭ്യഗാത് അജസ്ത്വം അസ്യ ക്ഷേമായ വധായ ച ശുരാദ്വിസാം. എല്ലാ പേർക്കും ഒരു ശരീരമുണ്ട്, ഒരു ആത്മാവും. അല്ലെ? നമുക്ക് എല്ലാവർക്കും ഒരു ശരീരമുണ്ട്, ഒരു ആത്മാവും. ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ശരീരത്തെ ആസ്ഥാനമാക്കിയാണ്. അല്ലെ? നമ്മൾ എന്ത് ചെയ്താലും ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ആഹാര, നിദ്ര, ഭയ, മൈഥുനം. ഈ 4 കാര്യമാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ? ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? ശരീരത്തിന് വേണ്ടിയാണ്. നമ്മള് ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ സദാ ചെയ്യുന്നതെല്ലാം ശരീരത്തിന് വേണ്ടിയാണ്. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ആഹാര, നിദ്ര, ഭയ, മൈഥുനം. അല്ലെ? ഈ 4 കാര്യങ്ങൾ ആർക്ക് വേണ്ടിയാണ്? ശരീരത്തിന് വേണ്ടിയാണ്. ആത്മാവിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ആത്മാവിനെ നമ്മൾ ഓരോ നിമിഷവും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നാ. അല്ലെ? അതിനെ പട്ടിണിക്കിട്ടല്ലേ? ആത്മാവിനെ പട്ടിണിക്കിട്ട് അത് ചത്തുകൂലി. അല്ലെ? ആ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. അതായത് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട് അല്ലെ? കൂട്ടിലടച്ച തത്തയ്ക്ക് അല്ലെ ആഹാരം കൊടുക്കാതെ കൂട് വൃത്തിയാക്കി മിനുസമാക്കുന്നത് പോലെ കുറെ കഴിയുമ്പോൾ തത്ത ചത്തുപോകും. അല്ലെ? നമ്മളൊരു വലിയൊരു സ്വർണ്ണക്കൂടിലാണ് തത്തയെ ഇട്ടിരിക്കുന്നത്. സ്വർണ്ണക്കൂടാ. ആ സ്വർണ്ണക്കൂട് സ്വർണ്ണമായതുകൊണ്ട് ഈ ഓണർ എന്ത് ചെയ്യും? അതിന്റെ ഉടമസ്ഥൻ എല്ലാ ദിവസവും വന്ന് നല്ല തുണിയൊക്കെ ഇട്ടിട്ട് ആ സ്വർണ്ണക്കൂടൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കി നല്ല പോളിഷ് ഒക്കെ ചെയ്ത് നല്ല പ്ള ആക്കും. അല്ലെ? അകത്ത് കിടക്കണ തത്തയ്ക്ക് ഒന്നും കൊടുക്കത്തില്ല. അങ്ങനെ കുറെ കഴിയുമ്പോൾ തത്ത എന്ത് പറ്റും? തത്ത ചത്തു. അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നമ്മൾ ആത്മാവിനെ കൊന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മള് ബാലൻസ് ചെയ്യണമെന്ന് പ്രഭുപാദ് പറയുന്നത്. അല്ലെ? ഇപ്പോ നമ്മൾ പാശ്ചാത്യ ഇപ്പൊ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നിനും ഒരു കുറവില്ല. അവിടെ ഇഷ്ടംപോലെ പണമുണ്ട്,
അവിടെ ഇഷ്ടംപോലെ ആഹാരമുണ്ട്, ഇഷ്ടംപോലെ എന്താണ് വാസസ്ഥലങ്ങളിൽ ബംഗ്ലാവുകളുണ്ട്, വലിയ വലിയ ആ, കെട്ടിട സമുച്ചയങ്ങളുണ്ട്. ആവശ്യമുള്ളതെല്ലാം ഇഷ്ടംപോലെ അവർക്കുണ്ട്. പക്ഷെ അവർക്ക് ഒരു സാധനമില്ല. എന്താണെന്ന് അറിയാമോ? മനസ്സമാധാനം, ഇല്ലേ? അല്ലെങ്കിൽ സന്തോഷം, ആനന്ദമില്ല. അവരിങ്ങനെ പരക്കം പായും. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്ക് മനസ്സമാധാനമില്ല, സന്തോഷമില്ല, അല്ലേ? അതാണ് എന്താണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് നാം എന്തു ചെയ്യണം? ഇതിനെല്ലാം നമ്മൾ ബാലൻസ് ചെയ്യണമെന്നാണ്. ആത്മീയവും ഭൗതിക കാര്യങ്ങളും ബാലൻസ് ചെയ്യണം. എന്താ പാശ്ചാത്യർക്ക് സന്തോഷമില്ലാത്ത എന്താ? അതിനകത്ത് ഭഗവാന്റെ എലിമെന്റ് ഇല്ലാത്തതുകൊണ്ട്, കൃഷ്ണൻ എന്നുള്ള എലിമെന്റ് ഇല്ലാത്തതുകൊണ്ട്, അല്ലേ? അവർക്ക് എല്ലാം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അവർക്ക് ആ ഭഗവാനും കൂടെ കിട്ടിക്കഴിഞ്ഞാല് അവർ ക്ലിയർ ആയി. അവർ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ആത്മീയവും ഭൗതിക കാര്യങ്ങളും ബാലൻസ് ചെയ്യണം, അല്ലേ? ശാരീരിക ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും, നമുക്ക് ശരീര ആവശ്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, അല്ലേ? ശാരീരിക ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മീയതയെക്കുറിച്ച് ഒരറിവും നമുക്കില്ല. ഉം. ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ പറയുന്നത്, ഇവിടെ ഇരിക്കാത്തവരെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഉം. ആത്മാവാണ് യഥാർത്ഥ വിഷയം, ശരീരം ഒരു കവർ മാത്രമാണ്. ഒരാൾ ശാരീരിക കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ നമുക്ക് പറയാം ധർമ്മസ്ഥം ഗ്ലാനി, അവിടെ ഗ്ലാനി ഭവിക്കാം. ആത്മാവിന്റെ സുഖസൗകര്യങ്ങൾ നോക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ശരീരത്തിന്റെ അല്ല, അല്ലെ? അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ആത്മാവിന്റെ സുഖസൗകര്യങ്ങൾ, സന്തോഷം, ആനന്ദം നോക്കുക. ആത്മാവിന് ദിവ്യ ആഹാരം വേണം. നമ്മൾക്ക് കൂട്ടിലടച്ച തത്തയ്ക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിന് എന്ത് വേണം? ദിവ്യ ആഹാരം വേണം. എന്താണ് ആ ദിവ്യ ആഹാരം, അല്ലേ? എന്താണ് ദിവ്യ ആഹാരം? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതാണ് കൃഷ്ണാവബോധം, അല്ലേ? നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ദിവ്യാഹാരമാണ് ആത്മാവിന്. ഇപ്പൊ ചിലര് പറയില്ലേ, ഭാഗവതം കേട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി, അല്ലേ? നമ്മൾ ഈ മിക്കവാറും ഈ ഭാഗവതം ക്ലാസ്സിൽ പലരും ഇരുന്ന് ഉറങ്ങുന്നതാണ്. നമ്മളെല്ലാവരും ഉറങ്ങിപ്പോകും, അല്ലേ? എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത് കേൾക്കണം, ഉറങ്ങിയാലും കുഴപ്പമില്ലെന്നാ. ചിലരൊക്കെ ആണെങ്കിൽ ഭാഗവതം വന്നിട്ട് എന്തുവാണ് ആ, ശ്ലോകം വായിക്കുന്നവരെ കണ്ണു മിഴിച്ച് ഇങ്ങനെ ഇരിക്കും. ശ്ലോകം വായിച്ചു കഴിഞ്ഞാൽ ഭാവാർത്ഥം വായിച്ചു തുടങ്ങുമ്പോൾ അങ്ങ് വളരെ ധ്യാനത്തിൽ, അല്ലെ, അങ്ങ് മെഡിറ്റേഷനിലേക്ക് പോകും, അല്ലെ? കണ്ണൊക്കെ അടച്ച് നമ്മൾ വിചാരിക്കും മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെ? അങ്ങ് കണ്ണൊക്കെ അടച്ച് ആ മെഡിറ്റേഷനിലാവും. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഭാഗവതം ഗ്രന്ഥരാജ് കി ജയ് എന്ന് പറയുമ്പോൾ ചാടി എണീക്കും, അല്ലെ? എന്റെ ഒരു ശിക്ഷാഗുരു പറഞ്ഞാ ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ പക്ഷേ എന്നാൽ പോലും അത് വളരെ നല്ലതെന്നാ പറയാം. അവിടെ ഭാഗവതം ക്ലാസ്സിൽ നിന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. കാര്യം എന്താണ്? നമ്മുടെ ആത്മാവ് ഉണർന്നിരിപ്പുണ്ട്, ആത്മാവ് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ആത്മാവിന്റെ പുട്ടും പയറും പപ്പടം ഒക്കെയാണ്, അല്ലെ? ആത്മാവിന്റെ നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ടെന്ന് അർത്ഥം, അല്ലെ? അപ്പൊ ഉറങ്ങാൻ വേണ്ടിയാണെങ്കിലും ഭാഗവതം ക്ലാസ്സിൽ പോയി ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ അവിടെ എന്തോ കാര്യങ്ങൾ നേടുന്നുണ്ട്. എന്തിന്? ആത്മാവിന് നമ്മൾ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ശരീരം മാത്രമേ ഉറങ്ങുള്ളൂ, അല്ലെ? ആത്മാവ് ഉറങ്ങില്ല. അത് ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് കേൾക്കാൻ താല്പര്യമുള്ള സാധനമാണ്, അല്ലെ? ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളത്, അല്ലെ? അപ്പൊ അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. മതി. അപ്പൊ നമുക്ക് അത്രയും പുണ്യം കിട്ടുമെന്ന് അർത്ഥം, അല്ലെ? ധർമ്മസ്ഥം ഗ്ലാനി, ആത്മാവിന്റെ സുഖ സൗകര്യങ്ങൾ നോക്കുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ശരീരത്തിന്റെ അല്ല. ആത്മാവിന് ദിവ്യാഹാരം വേണം. അത് കൃഷ്ണാബോധം, അല്ലെ? ഒരാൾക്ക് സുഖമില്ലാതായാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? മരുന്ന് കൊടുക്കണം. അതിനോടൊപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യണം. ക്രമീകൃത ആഹാരം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് പനി വന്നു, ഡോക്ടറെ അടുത്ത് പോയി മരുന്നൊക്കെ മേടിച്ചു. മരുന്നൊക്കെ മേടിച്ച് തിരിച്ചു വന്ന് മരുന്ന് കഴിച്ചു. അതിനോടൊപ്പം കുറച്ച് ഐസ്ക്രീമും വാരി കഴിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? പനി കൂടുവോ? കൂടൂലേ? കുറയോ? മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പനി കൂടുവോ? തീർച്ചയായിട്ടും കൂടും, അല്ലേ? പിന്നെ വയറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും, ആകെ പ്രശ്നമാവും, പിന്നെ വേറെ അസുഖങ്ങളൊക്കെ വരും, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ക്രമീകൃത ആഹാരം. അപ്പൊ നമ്മൾ മരുന്ന് കഴിച്ചാൽ പോരാ, അല്ലേ? നമ്മള് ആഹാരം കൂടെ ക്രമീകരിക്കും. മരുന്ന് മാത്രം കൊടുക്കുകയും ആഹാരം എന്താണ് ശ്രദ്ധിക്കാതെയും ഇരുന്നാൽ അസുഖം ഭേദമാകില്ല. അതുകൊണ്ട് ഈ കൃഷ്ണാബോധ സമിതി ആഹാരത്തിന് ആവശ്യമുള്ള ആഹാരവും, അല്ലെ, ആഹാരത്തിന് ആവശ്യമുള്ള ആഹാരവും മരുന്നും ആഹാരവും പിന്നെ ആവശ്യമുള്ള മരുന്നും കൊടുക്കുന്ന പദ്ധതിയാണ്. മരുന്ന് എന്താണ് നമുക്കറിയാം, ഇപ്പൊ എല്ലാവർക്കും അറിയാം, അല്ലെ? നമുക്ക് എന്ത് വന്നാലും അതിനുള്ള മരുന്ന് എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അല്ലെ? പരീക്ഷിത് മഹാരാജ് സുഖദേവ ഗോസ്വാമിയോട് പറഞ്ഞു, അങ്ങ് എനിക്ക് പറഞ്ഞു തരാൻ പോകുന്ന ശ്രീമദ് ഭാഗവതം ഒരു അമൂല്യ നിധിയാണ്.
അത് സാധാരണക്കാർക്ക് രുചിച്ചു നോക്കാൻ കഴിയില്ല, അല്ലെ? ഭൗതികമായ ഒരു താല്പര്യവും ഇല്ലാത്തവന് മാത്രമേ അതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ചിലർ പറയില്ലേ, ഭാഗവതം ഒന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഭാഗവതം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയില്ലേ? എന്താ മനസ്സിലാകാത്തത്? അവർക്ക് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. അത് മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. അതെടുത്ത് വെളിയിലോട്ട് എറിഞ്ഞാലേ ഈ ഭാഗവതം അകത്തേക്ക് കയറത്തുള്ളൂ. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഭൗതികമായിട്ടുള്ള ഒരു താല്പര്യവും ഇല്ലാത്തവർക്ക് മാത്രമേ അതിന്റെ രുചി, ഭാഗവതത്തിന്റെ രുചി ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ നമുക്ക് ഉറക്കം വരില്ല, അല്ലേ? നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സില്, നമ്മുടെ ഉള്ളിൽ ഒത്തിരി ഭൗതികമായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ ഇങ്ങനെ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് നമുക്ക് ഭാഗവതം ക്ലാസ്സിലെ ഉറക്കം വരുന്നത്, അല്ലെ? അതിന്റെ രുചി ആസ്വദിക്കാൻ കഴിയും. എന്താണ്? പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതെല്ലാം എന്താണ്? ഭാഗവതമാണ്. കേട്ടോ, നല്ലൊരു കാര്യമാണ്. എന്താണ്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ബന്ധപ്പെട്ടതെല്ലാം ഭാഗവതമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹരേകൃഷ്ണ മഹാമന്ത്രവും, തീർച്ചയായിട്ടും ഹരേകൃഷ്ണ മഹാമന്ത്രവും എന്താണ്? ഭാഗവതമാണ്, അല്ലെ? അത് എന്താണ്? ഭഗ ഔഷധിയാണ്. ഭഗവാൻ തരുന്ന ഔഷധമാണ്, ഭഗൌഷധിയാണ്, അല്ലെ? ജന്മമൃത്യു ജരാവ്യാധിയുടെ ദിവ്യ ഔഷധം എന്താണ്? അല്ലെ? അതെന്താണ്? ദിവ്യ ഔഷധം എന്താണ്? ഭാഗവതം, അല്ലെ? ഭാഗവതമാണ് ജന്മമൃത്യു ജരാവ്യാധിയുടെ ദിവ്യ ഔഷധം, അല്ലെ? ഓക്കെ. ആത്യന്തിക ദുഃഖ വിമുക്തി, അല്ലെ? നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് ഭാഗവതം. നിവൃത്തി എന്താണ്? നിവൃത്തിയാണ്, എല്ലാത്തിന്റെയും നിവൃത്തിയാണ്. എന്താണ്? ഭാഗവതം. ചിലർ പറയും, ഭഗവാനെ നമുക്ക് ദിവസമുള്ള ബ്രെഡ്, അല്ലെ, അല്ലെങ്കിൽ റൊട്ടി തരണേ. ചിലർ, അല്ലെ, അവരുടെ പള്ളിയിൽ പോയിട്ട് എന്താ പറയാ? ഐ നീഡ് മൈ ഡെയിലി ബ്രെഡ് എന്ന് പറയാം, അല്ലെ? എനിക്ക് എല്ലാ ദിവസവും ഉള്ള ബ്രെഡ് തരണം. പക്ഷെ അവർക്കുള്ള കുഴപ്പം എന്താണ്? അവർക്ക് ഭഗവാൻ ആരാണെന്ന് അറിയാം. പിന്നെ അവരിത് ആരോടെ പറയുന്നത്, അല്ലേ? ഭഗവത്ഗീതയിൽ പറയുന്ന 8ാമത്തെ അധ്യായത്തില് 15ാമത്തെ ശ്ലോകം എന്താണ്? മാമുപേത്യ പുനർജന്മ ദുഃഖാലേമ ശാശ്വതം നാപ്നുവന്തി മഹാത്മന സംശുദ്ധിം പരമം ഗത. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകിയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇതാണ് ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരായാൽ. എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ, എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പരിപൂർണതായി, അല്ലെ? പിന്നീട് ഈ ദുഃഖപൂർണമായ അസ്ഥിരവുമായ, അവിടെ പ്രത്യേകം ഭഗവാൻ പറയുന്നുണ്ട്, ഇത് ദുഃഖപൂർണമാണ്, ദുഃഖാലയം അശാശ്വതം. അവിടെ നമ്മൾ ഈ സന്തോഷം തപ്പിയാൽ കിട്ടുമോ? ഇല്ല. എവിടെ ചെന്ന് നോക്കിയാലും കിട്ടത്തില്ല. കാര്യം ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? ദുഃഖാലയം അശാശ്വതം. ഇവിടെ ദുഃഖം മാത്രമേ കിട്ടുള്ളൂ, സന്തോഷം കിട്ടില്ല. പിന്നെ നമ്മൾ ഇല്ലാത്ത കാര്യം തപ്പിയാൽ എവിടെ കിട്ടാനാണ്? എന്നിട്ട് നമ്മൾ വിഷമിക്കില്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷം വരാത്തത്? ഇതാ കാരണം. ഇവിടെ ഇല്ല, സംഭവം ഇല്ലാത്തത് എങ്ങനെ നമുക്ക് കിട്ടും? ദുഃഖാലയം അശാശ്വതം. ദുഃഖപൂർണവും അസ്ഥിരവും. സ്ഥിരമാണോ? അസ്ഥിരം, അല്ലെ? ശാശ്വതമല്ല. അശാശ്വതം. ദുഃഖാലയം അശാശ്വതം. അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ആര്? എന്നെ പ്രാപിച്ചു കഴിഞ്ഞു. എങ്ങനെ? ഭക്തിയോഗം കൊണ്ട്. കണ്ടോ, എത്രയോ നല്ലതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് ഭക്തിയോഗത്തിൽ നിൽക്കുന്നതല്ലേ നല്ലത്. വളരെ എളുപ്പമല്ലേ, അല്ലെ? നമ്മൾ കടന്ന് ഒറ്റക്കാലിങ്ങനെ എന്താണ് 1000 കൊല്ലം തപസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് വളരെ എളുപ്പം ഹരികൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ട് നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ പറ്റും. അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്, അല്ലെ? ശ്രീമദ് ഭാഗവതം പറയുന്നു, ഏത് ഗ്രന്ഥമായിക്കോട്ടെ അതിൽ ഭഗവാനെ കുറിച്ചുള്ള വിവരണം ഇല്ലെങ്കിൽ അത് എന്താണ്? കാക്കകൾ ആസ്വദിക്കുന്നത് പോലെയാണ്. കാക്കകളെ കണ്ടിട്ടില്ലേ? കാക്കകൾ എവിടെ പോയിരിക്കും? ചപ്പ് ചവറിലേ ഇരിക്കുള്ളൂ, വൃത്തികെട്ട സ്ഥലത്തേ ഇരിക്കും, അല്ലെ? അതെപ്പോഴും അഴുക്കുചാലിലായിരിക്കും ഇരിക്കുക. പക്ഷേ അതിന് ഓപ്പോസിറ്റ് അരയന്നത്തെ കണ്ടിട്ടുണ്ടോ? അരയന്നം അത് വളരെ വൃത്തിയുള്ള സ്ഥലത്തെ വിഹരിക്കുക. മൃഗങ്ങളിൽ പോലും കാക്കക്കൂട്ടങ്ങളും അരയന്നക്കൂട്ടങ്ങളും ഉണ്ട്. കാക്ക അരയന്നത്തിനടുത്ത് പോകില്ല, അരയന്നം കാക്കകളുടെ ഇടയിലും പോകില്ല, അല്ലെ? അതുപോലെ മനുഷ്യരുടെ ഇടയിലും കാക്കക്കൂട്ടങ്ങളും എന്താണ്? അരയന്നക്കൂട്ടങ്ങളും ഉണ്ട്. അരയന്നക്കൂട്ടം എപ്പോഴും നല്ല മനസ്സോട്. അപ്പൊ ഈ അരയന്നക്കൂട്ടമായിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്യും? അവർ വളരെ നല്ല മനുഷ്യർ, അവരെപ്പോഴും നല്ല ചിന്തയിലായിരിക്കും.
അല്ലെ? അവരുടെ മനസ്സെപ്പോഴും നല്ല രീതിയിലുള്ള ചിന്തയായിരിക്കും, പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കും. അല്ലെ? അവരെപ്പോഴും ചിരിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കും, നല്ല പ്രസരിപ്പോടുകൂടി ഇരിക്കും. അല്ലെ? നല്ല മനസ്സോടുകൂടിയും നല്ല വസ്ത്രധാരണത്തിലും നല്ല സംസാരത്തിലും നല്ല ചിന്തയിലും എല്ലാം നല്ലതായിരിക്കും. അവരാരെയും പറഞ്ഞു വേദനിപ്പിക്കില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ അവരൊരിക്കലും സംസാരിക്കില്ല. അല്ലേ? ഏഹ് അത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ സംസാരിക്കുന്നു. ഏഹ് കാര്യം ആ, ഇല്ല എന്ന് പറയത്തുമില്ല. ആ ആ കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ. അല്ലേ? ഉം. അതെ. ഒരുപാട് കാര്യമുണ്ട്, പറയാൻ സമയമില്ല. നല്ല ചിന്തയിലും എല്ലാം നല്ലതായിരിക്കും നല്ല കൂട്ടത്തിലുള്ള മനുഷ്യൻ അറിവുശാലി. പിന്നെ മറ്റേ കാക്കക്കൂട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിലോ, അവര് എവിടെയായിരിക്കും വിഹരിക്കുക? അവരെവിടെയായിരിക്കും പോവുക? അവര് അറിവുശാലകളിലും, അല്ലെ? അവിടെ ചെന്നാലേ മീറ്റ് കിട്ടുള്ളൂ. അറിവുശാലകളിലും മദ്യശാലയിലും നിശാസന്ധികളിലും മുഴുകി, അല്ലെ, സമയം ചെലവഴിക്കും. അവരെപ്പോഴും അങ്ങനെയുള്ള അഴുക്കുചാലുകളിലായിരിക്കും എന്നർത്ഥം. ഈ കൃഷ്ണാബോധ സമിതി ഈ അരയന്നക്കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഈ കൃഷ്ണാബോധം ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഏതാണ്? അരയന്നക്കൂട്ടങ്ങളാണ്. നമ്മൾ എല്ലാവരും അരയന്നക്കൂട്ടത്തിലുള്ളതാണെന്ന് അർത്ഥം, അല്ലെ? അപ്പോ അരയന്നക്കൂട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്ത്? കൃഷ്ണാബോധം, അല്ലെ? പക്ഷേ അവിടെ പറയുന്നത് എന്താണ്? കാക്കക്കൂട്ടങ്ങൾക്കല്ല എന്നാണ്. പക്ഷേ നമുക്ക് ഈ കാക്കക്കൂട്ടത്തിനെ അരയന്നക്കൂട്ടമാക്കി മാറ്റാൻ കഴിയും, അല്ലെ? അവരിപ്പോ കാക്കക്കൂട്ടത്തിലാണെങ്കിലും അതുങ്ങളെയൊക്കെ, അല്ലെ, അതൊക്കെയല്ലേ നമ്മളെ ഗോവിന്ദരാജ് പ്രഭുവും പൈതൽ പ്രഭുവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാരും കാക്കക്കൂട്ടത്തിലായിരുന്നു. അതിൽ നിന്ന് വലിച്ചെടുത്ത് വലിച്ച് അല്ലെ ഇവിടെ കൊണ്ട് ഈ അരയന്നക്കൂട്ടത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഏതാണ്ട് അരയന്നൊക്കെ ആയി, അല്ലേ? തീർച്ചയായിട്ടും താങ്ക്സ് ടു എന്താണ് അവർക്ക് രണ്ടുപേർക്കും നമ്മുടെ കോടാനുകോടി പ്രണാമം. നമ്മളെ ഇങ്ങനെ വൃത്തിയാക്കി തരാൻ ഒരു അവസരം തന്നു, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അവരോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അവർ നമ്മളെ ചീത്തയൊക്കെ പറയും, ചീത്തയൊക്കെ വിളിക്കും, അല്ലേ? എന്താണ് വരാത്തതെന്നൊക്കെ ചോദിക്കും. നമുക്ക് വളരെ വിഷമം ഉണ്ടാകുന്ന രീതിയിലൊക്കെ അവർ സംസാരിച്ചു നിന്നിരിക്കും. എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ്. അവർക്ക് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാനാണോ? അല്ല. അല്ലെ? നമുക്ക് എന്നാ അവർ രണ്ടുപേരെ കാണുമ്പോൾ കടിച്ചു തിന്നാൻ തോന്നും, ദേഷ്യം വരും. എന്താ കാര്യം? വെറുതെ ഇയാൾ എപ്പോ കണ്ടാലും എന്താ വരാത്ത, എത്ര തവണ ജപിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ വേറെ ഒന്നും ചോദിക്കാനില്ലേ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക, അല്ലെ? അവർ ആർക്ക് വേണ്ടിയാ ചോദിക്കുന്നത്? നമുക്ക് വേണ്ടിയാ ചോദിക്കാൻ. അവരെല്ലാവരും ദേ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ എന്താണ് എന്താണ് ദാസാനു ഭഗവാന്റെ, അല്ലെ? ഭഗവാന്റെ ദാസന്മാരുടെ 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 ദാസനാണ് അവർ, അല്ലെ? അപ്പൊ അതുകൊണ്ട് ദേ ആർ ദ റെപ്രസെന്റേറ്റീവ്സ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ കോൺഷിപ്പ്. അതുകൊണ്ടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ഉം. അപ്പൊ ഈ കാക്കക്കൂട്ടത്തിനെ അരയന്നക്കൂട്ടമാക്കി മാറ്റാൻ കഴിയും, അല്ലെ? അത് എന്താണ് നമ്മുടെ ഗോവിന്ദരാജ് പ്രഭുവും പൈതൽ പ്രഭുവും ഒക്കെ അത് തെളിയിച്ചിട്ടുണ്ട്. എപ്പോഴാണോ അരയന്നങ്ങൾ കാക്കകളാകുന്നത്, അപ്പോൾ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമഹം. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു, അല്ലെ? ഹേ ഭാരത, നമ്മുടെ എന്താണ് അർജുനോട് പറയുന്ന, യഥാർത്ഥമായ വിദ്യാഭ്യാസം കൊടുത്താൽ, പരിശീലനം കൊടുത്താൽ ഏതൊരു കാക്കയെ നമുക്ക് അരയന്നമാക്കി എടുക്കാൻ സാധിക്കും, അല്ലെ? മനുഷ്യരൂപത്തിലുള്ളവരെ മാത്രമേ നമുക്കിങ്ങനെ മാറ്റി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചൈതന്യ മഹാപ്രഭു പറഞ്ഞതുപോലെ യാരേതക്കോ താരേക്കഹോ കൃഷ്ണ ഉപദേശ്. 10 പേരോട് പറയുമ്പോ 9 പേര് പറയും നിങ്ങൾക്ക് വട്ടാണ്. അതിൽ ഒരാള് പറയും എന്താ പറഞ്ഞത്, ഒന്നും കൂടെ ഒന്ന് പറയും, അതെന്താണ് കൃഷ്ണൻ അങ്ങനെ, ഇത് എവിടെ കിട്ടും, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലിപ്പിട്ട് എടുക്കാം, അല്ലെ? കൊളുത്തി വീണു, അല്ലെങ്കിൽ അല്ലെ ആ ചൂണ്ടയിൽ അവർ കൊരുത്തിരിക്കുന്നു, അവർ നമുക്ക് പിടിച്ചു വലിച്ചെടുക്കാം. ഒരൊറ്റ വലിക്കും ഇപ്പുറത്ത് അരയനെ കൂട്ടത്തിൽ എത്തിക്കാൻ പറ്റും, അല്ലെ? അവരൊക്കെ രക്ഷിക്കാൻ പറ്റും. ഒരാളെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം സാർത്ഥകമാണ്, അല്ലെ? നമ്മുടെ ജീവിത ലക്ഷ്യം സാധിച്ചു എന്ന് വിചാരിക്കണം, അല്ലെ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരാളെങ്കിലും നമ്മൾ മാറ്റിയിരിക്കണം, പരിവർത്തനം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം, നമുക്ക് ഇത്രയൊക്കെ സൗഭാഗ്യങ്ങൾ തന്നത്, സമ്പത്ത് തന്നത് വെറുതെ ആയി. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് ഈ ആരെയും ദക്കോ താരേക്കഹോ, ചുരിദാറിന്റെ കഥയെന്നല്ല, പിന്നെയോ കൃഷ്ണ ഉപദേശം എന്ന് പറയും, അല്ലെ? പുതിയതായിട്ട് മേടിച്ച ചുരിദാറല്ല, പുതിയതായിട്ട് മേടിച്ച കമ്മലും അല്ല. ചിലരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ആടിയാടിയെ നടക്കും. എന്നിട്ട് ഇത്രയും ഞാൻ ആട്ടിയിട്ടും കണ്ടില്ലല്ലോ ഈ കൊച്ചെന്നാ, ഇല്ലേ? എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കണേ, അല്ലേ? എന്താണ് ഈ ആട്ടല് കാണണം? ഞാൻ ഇന്നലെ മേടിച്ച കുമുക്കാൽ കൊടുക്ക കണ്ടല്ലോ, അല്ലേ? അത് കാണിക്കാനുള്ള വെപ്രാളമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം?
ഷാരി देखो താരെ കഹോ കൃഷ്ണ ഉപദേശ്. ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകൾ വേണം നമ്മൾ എപ്പോഴും പറയാൻ, അല്ലേ? അപ്പൊ നമ്മളിവിടെ എന്താ പറഞ്ഞത്? മനുഷ്യരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, മൃഗങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് വാ തുറന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാൻ പറ്റില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന് പറ്റും. ചൈതന്യ മഹാപ്രഭു കാട്ടിലൂടെ നടന്നു പോയപ്പോൾ അവിടെ കണ്ട കടുവയും പുലിയും മറ്റ് മൃഗങ്ങളും ഒക്കെ ഭക്തരായി, അല്ലെ? അവര് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ചൈതന്യ മഹാപ്രഭു ഈശ്വരനായത് കൊണ്ടാണ് അത് സാധിച്ചത്. നമുക്കത് പറ്റുമോ? നമുക്കത് പറ്റത്തില്ല, അല്ലെ? നമ്മുടെ യഥാർത്ഥ സ്വരൂപം നാം ഭഗവാന്റെ അംശമാണെന്നുള്ളതാണ്. വസുദേവർക്കും ദേവകിക്കും ഭഗവാനെ പോലെ ഒരു കുഞ്ഞുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ഭക്തന്മാരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഭഗവാൻ അവതരിക്കുകയും അതേസമയം അധർമ്മികളെ നിഗ്രഹിക്കുകയും ചെയ്യും. നമ്മളത് ഭാവാർത്ഥത്തിൽ കണ്ടു, അല്ലെ? ഉദാഹരണം പ്രഹ്ലാദ് മഹാരാജ്, അല്ലെ? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനായ ഹിരണ്യകശിപു. പ്രഹ്ലാദ് മഹാരാജ് ഒരു ഭക്തനാണ്. ഹിരണ്യകശിപുവിന്റെ ദേഷ്യവും അത് തന്നെയാണ്. എന്താണ്? എന്റെ മകൻ ഒരു ഭക്തനായി പോയി, അവൻ ഹരിയുടെ ആളായി പോയി, അല്ലെ? അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഹരിയെ വാഴ്ത്താൻ പാടില്ല. പിന്നെയോ ഓം ഹിരണ്യായ നമഃ എന്നാണ് എല്ലാവരും പറയണമെന്നാണ് പറയണത്, അല്ലെ? അത് പറയാത്തത് കൊണ്ടാണ് ഈ പ്രഹ്ലാദ് മഹാരാജിനെ തീയിലിട്ട് കൊല്ലാൻ നോക്കിയതും, എന്താണ് ആനയെ കൊണ്ട് ചവിട്ടി കൊല്ലിപ്പിക്കാൻ നോക്കിയതും, പിന്നെ എന്താണ് വലിയൊരു മലയുടെ മണ്ടയിൽ നിന്ന് താഴോട്ട് എടുത്തിട്ടതും. അവിടെയൊക്കെ ആരും അദ്ദേഹത്തിനെ രക്ഷിച്ചു? ഭഗവാൻ രക്ഷിച്ചു, അല്ലെ? അപ്പൊ ഭഗവാൻ ഒരാളെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റും. ഈ അസുരന്മാരെയൊക്കെ കൊല്ലാൻ ഭഗവാൻ സ്വയം വരേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല, അല്ലെ? ഭഗവാന്റെ എന്താണ് അധീനതയിലുള്ള പ്രകൃതിയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലേ? അദ്ദേഹം പറഞ്ഞാല് പ്രകൃതി അവിടെ നിൽക്കുവാണ്, അല്ലേ? എന്തും റെഡിയായിട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുക. നീ ഒരു കാറ്റ് അങ്ങോട്ട് വീശാൻ മതി എന്ന് പറഞ്ഞാൽ ഈ അസുരന്മാരെല്ലാം എന്താവും, അല്ലേ? നീ ഒരു പ്രളയം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാല് അസുരന്മാരെല്ലാം ഉന്മൂലനാശനം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അവിടെയൊക്കെ എന്തുകൊണ്ടാണ് ഭഗവാൻ സ്വയം വരുന്നത്? ഭക്തന്മാരെ വിളിക്കുന്നുകൊണ്ടാണ് വരുന്നത്. ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ടാണ് വന്നത്? ഭക്തന്മാരെ വിളിച്ചിട്ടാണ് വന്നത്, അല്ലേ? ഭക്തന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനാണ് അദ്ദേഹം നേരിട്ട് വരുന്നത്. അദ്ദേഹത്തിന് ആരെയും വിട്ടാൽ ഒരു സമാധാനമില്ല. ഞാൻ തന്നെ പോകുന്നുള്ള വാശിയിലാണ് അദ്ദേഹം, അല്ലേ? കാരണം നമ്മളെ അങ്ങ് എന്താണ് ഈ എന്താണ് നമ്മളെ രക്ഷിക്കാനായിട്ട് വെമ്പൽ കൊള്ളുകയാണ് ഭഗവാൻ. നമ്മളൊരു ഒന്ന് ആഗ്രഹിച്ചാൽ മതി, ഭഗവാൻ ഓടി വരികയാണ്, അല്ലേ? ഭഗവാന്റെ അധീനതയിലുള്ള പ്രകൃതിയോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു കാറ്റടിച്ചാൽ ഇതിനെയൊക്കെ നിസ്സാരമായി നശിപ്പിക്കാൻ പറ്റും. പക്ഷേ ഭഗവാൻ സ്വയം വരുന്നത് വസുദേവരുടെയും ദേവകിയുടെയും പ്രഹ്ലാദരുമൊക്കെ വിളിച്ചതുകൊണ്ട്, അല്ലെ? ഭഗവാൻ വരുന്നത് പരിത്രാണായ സാധൂനാം, അല്ലെ? നമ്മൾ അത് കേട്ടിട്ടുണ്ട്. അദ്വൈതാചാര്യനെ വിളിച്ചത് കൊണ്ടാണ് ആര് വന്നത്? ചൈതന്യ മഹാപ്രഭു. കാര്യം അതാണ്, ഭക്തന്മാരെ വിളിച്ചാൽ ഭഗവാൻ വരാതിരിക്കില്ല. ഭഗവാൻ വരുമ്പോഴൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു, ആരെങ്കിലും എന്റെ ഭക്തന്മാരെ തൊട്ടാൽ, വേദനിപ്പിച്ചാൽ, ഉപദ്രവിച്ചാൽ ഞാൻ അവരെ വെറുതെ വിടില്ല. നമ്മളും സൂക്ഷിച്ചോണം കേട്ടോ. നമ്മൾ ഒരു ഭക്തന്മാരോട് ഒരു അവരവരും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും 16-ന് പകരം 32 റൗണ്ട് ജപിക്കുക, അല്ലെ? സദാ ഹരിയായിട്ടിരിക്കണം. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്തനെ വേദനിപ്പിച്ചു കഴിഞ്ഞാല്, ഭക്തനെ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാല് ഭഗവാൻ നമ്മൾ വെറുതെ വിട്ടില്ല. എത്ര ഭക്തനാണെങ്കിലും നമ്മൾ വെറുതെ, നമ്മള് ഭക്തനായിരിക്കും, പക്ഷെ ആ സമയത്ത് ഇതെല്ലാം നള്ളിഫായി വലിയ ദൂരെയായിരുന്നു ഭഗവാൻ, അല്ലെ? അതാണ് നമ്മള് മറ്റൊരു ഭക്തനെ ഒരിക്കലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല. മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്ദിക്കാൻ പാടില്ല. ഭഗവാൻ എപ്പോഴും തന്റെ ഭക്തന്മാരുടെ കൂടെയാണ്. ഭക്തന്മാരുടെ ഏത് ആവശ്യങ്ങൾക്കും ഏത് സാഹചര്യത്തിലും ഭഗവാൻ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് കുന്തിദേവി പറയുന്നത് പോലെ നാം എന്ത് ചെയ്യണം? നാം വെറും ഭക്തന്മാരാവണം, അല്ലേ? നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി. ആ ഒരു എൻഡവർ, ആ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ മതി, അല്ലെ? നമ്മൾ എല്ലാവരും ഭക്തനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും വിചാരിക്കരുത് ഞാനൊരു ഒന്നൊന്നര ഭക്തനാണ്, ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ എന്ന് വിചാരിക്കുമോ അന്ന് നമ്മൾ 0 ആയി പോകും, അല്ലെ? വട്ടപൂജ്യമായി പോകും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഞാനൊരു ഭക്തനാണെന്ന് ചിന്തിക്കാനേ പാടില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ഞാനൊരു ഭക്തനാണ്, അല്ലെ? എപ്പോഴും ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും, ഞാനൊരു ഒന്നൊന്നര ആളാണ്, ഭക്തനാണെന്ന്, അല്ലെ? നമ്മൾ ഭക്തരേ അല്ല എന്ന് വേണം ചിന്തിക്കാനായിട്ട്. നമ്മൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും താഴെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ഹ്യൂമിലിറ്റി വന്നു കഴിഞ്ഞാല് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാൻ മാത്രമേ അറിയാവുള്ളൂ നമ്മൾ എന്തുമാത്രം ഭക്തിയുണ്ട്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഏത് ലെവലിലുള്ള ഭക്തനാണെന്ന് ഭഗവാൻ മാത്രമേ അറിയാവൂ. നമുക്ക് പോലും അറിയത്തില്ല നമ്മൾ എന്തുമാത്രം ഭക്തനാണ്, അല്ലേ?
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തട്ടി വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാതെ പെട്ടെന്ന് സ്ഫുടമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ സ്പോണ്ടേനിയസ് ആ സ്പോട്ടിൽ വരുന്നത്, നമ്മൾ പോലും അറിയാതെ, ആത്മാവ് പോലും അറിയാതെ വരുന്ന ആ വാക്ക് എന്താണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നോക്കി ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം ഭക്തിയുണ്ട്. കൃഷ്ണ എന്നാണ് വിളിക്കുന്നതെങ്കിൽ യെസ്, ഉള്ളിൽ എന്തോ ഒരു ഇച്ചിരി ഭക്തിയുണ്ട്, അല്ലേ? സാധാരണ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വിളിക്കുക. അങ്ങനെയൊക്കെ വിളിച്ചാണെങ്കിൽ ഭക്തി നമ്മുടെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നർത്ഥം. എപ്പോ വേണമെങ്കിലും പരിശ്രമിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ആരും പോയി തട്ടി വീഴണ്ട. എപ്പോഴെങ്കിലും അങ്ങനെ അബദ്ധവശാൽ വീഴുമ്പോ ശ്രദ്ധിച്ചാൽ, അതിനുവേണ്ടി കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് വീഴണം, അപ്പോൾ നമ്മൾ അതുപോലെ അങ്ങനെ ചെയ്യരുത്, അല്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ.